അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്. ഈ സത്യം മനസ്സിൽ ഉറപ്പിക്കുന്നവനാണ് വിശ്വാസി. 40-ാമത്തെ വയസ്സിലാണ് മുഹമ്മദ് നബിയെ അള്ളാഹു പ്രവാചകനായി നിശ്ചയിക്കുന്നത്. സർവ ലോകർക്കും കാരുണ്യവും സുവിശേഷവും നൽകുന്ന ആളാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആദം സന്തതികളിൽ മനുഷ്യരിൽ നേതാവാണ്. അന സയ്യിദു വൽദി ആദം വലാ ഫഖർ. ഞാൻ ആദം സന്തതികളുടെ നേതാവാണ്. അലാ വ അന ഹബീബുല്ലാഹ് വലാ ഫഖർ. അറിയുക, ഞാൻ അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമയുമാണ്. ഈ സത്യം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ അറിയിച്ചിട്ടുണ്ട്. ഇതേ ആശയം പൂർവ്വ പ്രവാചകന്മാരും അവരുടെ സമുദായങ്ങൾക്ക് വേദഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. നബിയെ പിന്തുണക്കാനും അംഗീകരിക്കാനും അവരോട് അള്ളാഹു കരാർ വാങ്ങിയത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം. സൂറത്തു ആൽ ഇമ്രാൻ 81-ാം ആയത്തിലൂടെ വഇദ് അഖദല്ലാഹു മീസാഖൻ നബിയ്യീന ലമാ ആതൈതുക്കും മിൻ കിതാബിൻ വഹിക്മത്തിൻ സുമ്മ ജാഅക്കും റസൂലും മുസദ്ദിഖുൻ ലിമാ മഅക്കും ലതുഅ്മിനുന്ന ബിഹി വലതൻസുറന്ന. അള്ളാഹു പ്രവാചകന്മാരോട് കരാർ ചെയ്ത സന്ദർഭം നബിയെ തങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ നിങ്ങൾക്ക് വേദഗ്രന്ഥവും വിജ്ഞാനവും നൽകുകയും അനന്തരം നിങ്ങളുടെ പക്കലുള്ളതിനെ ശരിവെച്ചുകൊണ്ട് ഒരു പ്രവാചകൻ നിങ്ങളുടെ അടുത്ത് വരികയുമാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന കരാറാണ് അള്ളാഹു അവർക്ക് നൽകിയത്. തുടർന്ന് അള്ളാഹു അവരോട് ചോദിച്ചു, നിങ്ങളത് സമ്മതിക്കുകയും അക്കാര്യത്തിൽ എന്നോടുള്ള ബാധ്യത ഏറ്റെടുക്കുകയും ചെയ്തുവോ? അവർ പറഞ്ഞത് അഖ്റർന, ഞങ്ങൾ ആ കരാർ ഏറ്റെടുത്തിരിക്കുന്നു, ഞങ്ങളത് സമ്മതിച്ചിരിക്കുന്നു. ഉടനെ അള്ളാഹു പറഞ്ഞു, ഫഷ്ഹദൂ വഅന മഅക്കും മിനശ്ശാഹിദീൻ. എങ്കിൽ നിങ്ങൾ അതിന് സാക്ഷികളായിരിക്കുക, ഞാനും നിങ്ങളോടൊപ്പം സാക്ഷിയായിരിക്കുന്നതാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വം ഇതിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.